കൂട്ടായ്മ, കമ്മ്യൂണിയൻ, പാർട്ട് 3. ആഡം ate the fruit and died. You eat and live. ആദം ഫലം കഴിച്ചു, മരിച്ചു. വി ഈറ്റ്, നമ്മൾ ദൈവത്തെ ഭക്ഷിക്കുന്നു, ജീവിക്കുന്നു. അപ്പോൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കാൻ തക്കവണ്ണം നമ്മൾ ജീവവൃക്ഷത്തെ അനുഭവിക്കുന്നവരായി മാറുന്നതാണ് കൂട്ടായ്മ. ആദം കഴിച്ചത് നന്മതിന്മയുടെ വൃക്ഷം, അതിൻ്റെ ഫലം കഴിച്ചതോടെ ആദം മരിച്ചുപോയി. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഫലം കഴിച്ചതോടെ മനുഷ്യൻ മരിച്ചു. ഇവിടെ ക്രിസ്തുവിനെ അനുഭവിക്കുന്നതോടെ മനുഷ്യൻ ജീവിക്കുന്നു. രണ്ടും രണ്ട് എക്സ്ട്രീംസാണ്. അതാണ് ദ മിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിയൻ. കമ്മ്യൂണിയൻ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമല്ലേ. ഒരു കണക്ക് നോക്കിയാൽ കമ്മ്യൂണിയൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ, അവർ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥിരപ്പെടുത്താൻ പോവാണ്. കമ്മ്യൂണിയൻ ഈസ് ബ്രേക്കിംഗ് ദറ്റ് ബ്രെഡ്. അതായത് ക്രിസ്തു, പിതാവാം ദൈവം അയച്ച പുത്രൻ തന്നെ ചിഹ്നമാക്കി നമ്മളിലേക്ക് തരികയാണ്, നമ്മൾ ഭക്ഷിക്കുന്ന രീതിയിലാക്കി തരുന്നു. അതാണ് സ്വർഗത്തിൽ. അതാണ് യേശു പറയുന്നുണ്ടല്ലോ പഴയ നിയമത്തിൽ, മോശയുടെ കാലത്ത് അവർക്ക് തിന്നാൻ കൊടുത്ത മന്ന മോശയല്ല കൊടുത്തത്, പിതാവാം ദൈവമാണ് കൊടുത്തത്. അതവർക്ക് മറന്നുപോയി. നമ്മളും എല്ലാം അങ്ങനെയാണ്. അപ്പം കമ്മ്യൂണിയൻ ബ്രേക്സ് ദറ്റ് ബ്രെഡ് ആൻഡ് ലിഫ്റ്റ്സ് അപ്പ് ദറ്റ് കപ്പ്. അത് വൈൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ രക്തമായിട്ടും കർത്താവിൻ്റെ ശരീരം ബ്രെഡായിട്ടുമാണ് നമ്മളിപ്പോൾ. അപ്പോൾ ട്രാൻസ്ഫറിങ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ ടു us. കമ്മ്യൂണിയൻ ഈസ് മോർ ദാൻ എ മെമ്മോറിയൽ സർവീസ് ഓർ എ ഫ്യൂണറൽ സർവീസ്. ഈ കമ്മ്യൂണിയൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ കുർബാന അനുഭവിക്കുക, അല്ലെങ്കിൽ കൂട്ടായ്മയായിട്ട് കർത്തൃമേശ എടുക്കുക എന്ന് പറയുന്നത് ഒരു ഫ്യൂണറൽ സർവീസിന് പോകുന്ന പോലെ അല്ല. അതൊരു മെമ്മോറിയൽ സർവീസും അല്ല. ഒന്നും അനങ്ങാതെ പേടിച്ച് നമ്മൾ അങ്ങനത്തെ അല്ലെന്നേ, അങ്ങനെയല്ല. മക്കൾ അപ്പൻ്റെ അടുക്കലോട്ട് കയറി ചെല്ലുന്ന അനുഭവം അതങ്ങനെ ആക്കിയിട്ട് വേണം കമ്മ്യൂണിയൻ കൊടുക്കാൻ. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു പറഞ്ഞു പഠിപ്പിക്കുന്നത് കറക്റ്റല്ല. പറഞ്ഞു പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് പാപത്തിലിരിക്കുന്ന എനിക്ക് ദൈവത്തെ തൊഴാൻ ഒക്കൂല, പക്ഷെ എൻ്റെ പാപം പരിഹരിച്ച്, അതാണ് അനുതാപിക്കുക അല്ലെങ്കിൽ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കമ്മ്യൂണിയന് മുമ്പ് റിപ്പൻറ്റൻസ് ഉണ്ടെങ്കിൽ പാപബോധം വന്നിട്ട് അനുദപിച്ചിട്ടാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. എനിക്ക് ക്രിസ്തു ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ആ ഒരു സറണ്ടറിങ് സ്റ്റേജ്. പിന്നെ കൊച്ചു പിള്ളേരെയൊക്കെ നമ്മുടെ ചർച്ചുകളിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കൊച്ചിലായിട്ട് കണ്ടിട്ട് അതൊരു പ്രാക്ടീസ്, ആ കണ്ട് പ്രാക്ടീസ് ആകുന്നതും അവനവൻ ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജുണ്ട്. അത് എപ്പോഴാണ് ഓരോരുത്തർക്കും ഓരോ സ്റ്റേജുണ്ട്. അത് ദൈവമാണ് അത് ചെയ്യുന്നത്. നമ്മൾ പുറമേ എന്ത് കാണിച്ചാലും ദൈവമാണ് അകത്തെ ആത്മാവിനെ തുറക്കുന്നത്. അപ്പം നമ്മൾ ഈ കർത്താവിൻ്റെ തിരുശരീരം എടുക്കുമ്പം അവൻ്റെ ജീവനെയാണ് കയ്യിൽ കൊള്ളുന്നത്. അത് നമ്മൾ കഴിക്കുമ്പം അതൊരു മെമ്മോറിയൽ സർവീസാക്കി മാറ്റേണ്ട ആവശ്യമില്ല, സന്തോഷമാക്കി മാറ്റണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 6:53 ആമേൻ ആമേൻ യേശു പറഞ്ഞ ഭാഗമാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ആ മനുഷ്യപുത്രൻ്റെ മാംസമാക്കി ദൈവം തമ്പുരാൻ തന്നെ അപ്പമെടുത്ത് നുറുക്കി നമുക്ക് തരുന്നതിൻ്റെ അർത്ഥം ഈ അപ്പത്തിൽ ഞാൻ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ കാസായിക്കകത്ത് അല്പം രക്തവും എടുത്തിട്ട് ആ വീഞ്ഞെടുക്കുന്നത് കർത്താവിൻ്റെ രക്തമായി മാറി എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ എടുക്കുന്നത്. അതെല്ലാം ശുശ്രൂഷ കഴിഞ്ഞിട്ട് തരുമ്പോൾ അത്രയും നേരവും നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്തുള്ള കരടുകളെല്ലാം അതിനു മുമ്പുള്ള പ്രാർത്ഥന കൊണ്ട് മാറ്റി നമ്മളെ ശുദ്ധീകരിച്ച്, അതായത് സിമ്പിൾ എക്സാമ്പിൾ കർത്താവ് പറയുന്നത്, നമ്മുടെ തന്നെ സ്വന്തം മക്കൾ 3 വയസ്സുള്ള കുഞ്ഞാണ്, അത് ഭക്ഷണത്തിന് കഴിക്കാൻ വരേണ്ട സമയമായി, അത് പുറത്ത് കളിയോട് കളിയാണ്, ഒരു തരത്തിൽ വിളിച്ചാൽ വരത്തില്ല. കയറി വന്നപ്പോൾ നാണ്ട ഉള്ള ചെളിയെല്ലാം ദേഹത്തുണ്ട്, ഉടുപ്പയിലും വസ്ത്രത്തേലും അവൻ്റെ ഷൂസ് തൊട്ട് തല വരെ. കാരണം നമ്മൾ അങ്ങനെ കൊണ്ടുപോയി മേശക്കരുതി ഭക്ഷണം കഴിപ്പിക്കുകയോ ഇല്ല. ഉടനെ തന്നെ നമ്മളതിനെ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രം ഇട്ടിട്ട് വന്ന് കഴിക്കാൻ പറയും. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി ഹാവ് ടു ഡു വിത്ത് ദ ലോർഡ്. നമ്മുടെ ഈ ബലഹീനത കൊണ്ടല്ല. പിന്നെ ആ കുട്ടി വന്ന് മേശപ്പുറത്ത് ഇരുന്നപ്പോൾ നേരി വന്ന കുട്ടിയല്ല, ആ കൊച്ചാരാൾ തന്നെ. പക്ഷേ ഇപ്പോൾ കഴിയെ ശുദ്ധീകരിച്ച് എവിടെ ഭക്ഷണം കഴിക്കാൻ വന്നത്, അത് വളരെ സന്തോഷമായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വന്നത്. ഒരമ്മയും അപ്പൻ അതാണ് ഒരുക്കി കൊടുത്തത്. അതാണ് എൻ്റെ ദൈവവും ചെയ്തത്. അപ്പം നമ്മളോട് പറയുന്നത് ഈറ്റ് ദ ബ്രെഡ് ആൻഡ് ഈറ്റ് ദ ബ്ലഡ് എന്ന് യേശു പറയുന്നെങ്കിൽ ഒരു കൈമാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസാക്ഷന് ഒരു ആക്ഷൻ നടക്കുകയാണ്, കൈ മാറുകയാണ്. ആരെ? കർത്താവിന്. അതായത് നമുക്ക് യേശുവിനെ തരാൻ വേണ്ടി അവൻ ജീവൻ്റെ അപ്പമാകുന്ന യേശു നമുക്ക് കഴിക്കത്തക്ക അപ്പരൂപത്തിൽ ആക്കി എന്ന് യേശു പറയുന്നു. വിശ്വസിക്കാൻ. ഇപ്പം നമുക്കിത് കാണാനൊക്കെ എന്ന് ചോദിച്ചാൽ യേശു അത് പറയുന്നു, അത് വിശ്വസിക്കുക.
കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊക്കെ പറയുമ്പം ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ഉറവിടം ക്രിസ്തു അല്ലെങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് നല്ല പ്രശ്നമുള്ള കുഴിയിലായിരിക്കും. അതുകൊണ്ടാണ് ശരിയായ പഠിപ്പീര് ഇടയൻ കൊടുക്കണമെന്ന് ദൈവം നിർബന്ധമായിട്ട് പറയുന്നത്. കർത്താവ് ഇപ്പോഴത്തെ കാലത്ത് വേദപുസ്തകം നമുക്ക് വായിക്കാൻ ഒക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ശരിയായ ഒരു മേൽനോട്ടം നമ്മുടെ മേലിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വി ആർ ആക്സസിങ് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എ ഫിസിക്കൽ മെക്കാനിസം ബൈ വിച്ച് ദ ലൈഫ് ഓഫ് ഗോഡ് എൻറ്റേഴ്സ് യുവർ ബോഡി. അതായത് ദൈവത്തിൻ്റെ ജീവൻ എന്നിലേക്ക് പകരുന്ന, അതുപോലെ ശുദ്ധീകരിച്ച് വൃത്തിയാക്കി അങ്ങോട്ട് കൊണ്ടു ചെന്നിരുത്തിയത്, പാപബോധവും നീതിബോധവും ഒക്കെ തന്ന്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഭവ്യമായിട്ട് പോകുന്നത്. പക്ഷെ ഞാൻ മകളെന്ന ലെവലിലാണ് ഇപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അങ്ങനെ അപ്പച്ചനെ കഴിക്കുമ്പം എന്ത് സംഭവിക്കുന്നു? ദ ലീഗൽ മെക്കാനിസം ഓപ്പറേറ്റ്സ്. അതായത് ലീഗൽ മെക്കാനിസം ബൈ വിച്ച് ദ ലൈഫ് ഓഫ് ഗോഡ് ഈസ്, ദൈവത്തിൻ്റെ ജീവനെ എന്നിലേക്ക് പകരുന്നു. അത് ഈ അപ്പത്തിൽ കൂടെ പകരുകയാണ്. അപ്പം അതായത് എമ്മോസിലേക്ക് പോയപ്പോൾ യേശു അവരുടെ കൂടെ സഞ്ചരിച്ചു, അവരോട് സംസാരിച്ചു, എന്നിട്ടൊന്നും അവർക്ക് മനസ്സിലായില്ല. പക്ഷെ അപ്പം എടുത്ത് നുറുക്കിയപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ദാറ്റ് ഈസ് ഹിസ് ഓൺ ബോഡി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അത് സംഭവിക്കുന്നുണ്ട്. അപ്പം ദ ഫിസിക്കൽ മെക്കാനിസം ബൈ വിച്ച് ദ ലൈഫ് ഓഫ് ഗോഡ് ഈസ് ഗിവൺ ടു അസ്, ഇറ്റ് ഈസ് എൻറ്ററിങ് അസ്. അപ്പോൾ ആക്സസ് ടു ദ മോസ്റ്റ് പവർഫുൾ ലീഗൽ റിയാലിറ്റി, നിയമപരമായിട്ട് ഏറ്റവും വലുതായിട്ടൊരു കാര്യമാണ് ഞാനിപ്പം സാധിച്ചെടുത്തത്. എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം. അവനത് പറയുന്നുണ്ടല്ലോ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാണ്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഉണ്ട്, ഇത്ര ക്ലിയർ ആയിട്ടല്ലേ? ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സീ ദാറ്റ് ദ ലീഗൽ റിയാലിറ്റി, ദ ട്രാൻസാക്ഷൻ ഈസ് ഹാപ്പനിങ്. ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ച് അവൻ്റെ തിരുശരീരം രക്തവും കുടിച്ചു കഴിഞ്ഞപ്പം ക്രിസ്തുവിൻ്റെ ശരീരമായിട്ടും ക്രിസ്തുവിൻ്റെ രക്തവുമായിട്ടും നമ്മൾ മാറത്തക്ക വിധത്തിലുള്ള പ്രക്രിയ അവിടെ നടന്നു കഴിഞ്ഞു. ഹൗ ഫാർ വി ടേക്ക് ഇറ്റ് എന്നുണ്ട് എത്രമാത്രം ഞാനിട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ സത്യം മനസ്സിലാക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും പലർക്കും അസുഖം വരുന്നതും പ്രയാസം വരുന്നതും. കാരണം ഇത് എന്നതാണ് ഞാൻ ചെയ്യുന്നത്. പലപ്പോഴും പറയും നിങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടാണ് ശരിയായിട്ടുള്ള പാപം അനുഭവിക്കുക. അതുകൊണ്ട് തന്നെയല്ല, ഈ സത്യം അതിൻ്റെ ദൃഢതയിൽ മനസ്സിലാക്കാതെ കഴിക്കുമ്പം നിനക്ക് രോഗം വരും. കാരണം രോഗത്തെ ചെറുത്ത് നിൽക്കേണ്ട ബലം എന്നിലില്ലിപ്പം. ഇത് ആബ്സല്യൂട്ട് ട്രൂത്തുകളാണ്. അത് ഇതിന് ഏറ്റക്കുറച്ചിൽ വരുന്നില്ല. ഇത് നമ്മൾ എത്രമാത്രം നമ്മളിത് റിസീവ് ചെയ്ത് സ്വീകരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. ക്രിസ്തു പൂർണ്ണം 100% യേശു ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് വരാനാണ് നോക്കിയിരിക്കുന്നതെന്ന് യേശു ചോദിക്കൂലേ? പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് യേശു ഇങ്ങോട്ട് ചോദിക്കും ചിലപ്പോൾ. ബിക്കോസ് ദൈവത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല, ചെയ്തത് നീ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ചെയ്തത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ആഡം കൺസ്യൂംഡ് ദ നേച്ചർ ഓഫ് സ്പിരിച്വൽ ഡെത്ത്. അത് ഈ ഡെഡ് ബൈ ഈറ്റിംഗ്, അതായത് ഈ ഡൈഡ് ബൈ ഈറ്റിംഗ്. ആദത്തിനോട് പറഞ്ഞു 2 വൃക്ഷം ഞാൻ വെച്ചിട്ടുണ്ട്, നന്മതിന്മയുടെ വൃക്ഷം, രണ്ടാമത്തെ വൃക്ഷം ജീവവൃക്ഷം. അത് യേശു തന്നെയാണ്. അത് മനസ്സിലാക്കണം. അവിടെ യേശു എപ്പോഴും ഇന്നത്തെ യേശുവിൻ്റെ ഒരു വൃക്ഷമായിട്ട് അവിടെ റിപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. നീ ഇതിൽ നിന്ന് കഴിക്കുന്നിടത്തോളം കാലം നീ എൻ്റെ അനുസരണത്തിലാണ്. പക്ഷെ നന്മതിന്മയുടെ ഫലം കഴിക്കുന്ന നിമിഷത്തിൽ നീ മരിക്കുമെന്ന് പറഞ്ഞിട്ടും പിശാച് വന്ന് പറയുന്ന നുണ കേട്ടിട്ട് പിശാചിന് അടിമത്തമായിട്ട് നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം അനുഭവിച്ചപ്പോൾ ആദം മരിച്ചു. ആദം ate the fruit and he died. അന്ന് ആത്മാവ് മരിച്ചിട്ട് പിന്നെ ആദത്തിൽ നിന്ന് മരിച്ച ആദത്തിൽ നിന്നുണ്ട പ്രോട്ടോക്കോള് പോലെ വന്ന് മനുഷ്യജനത അങ്ങ് വലുതായി തീർന്നു മരിച്ചവർ. അപ്പോൾ സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി മരിച്ചിരിക്കുന്നു. ആത്മാവ് മരിച്ചപ്പം ആത്മാവ് എൻ്റേത് മരിച്ചപ്പോൾ എൻ്റെ ദേഹത്തിനും വേണ്ടാത്ത ചിന്തകളിലോട്ട് കയറുകയാണ്. ഞാൻ ആരെന്ന് മറന്നുപോയി. മുടിയനായ പുത്രന് പന്നിക്കൂട്ടത്തിലിരിക്കുന്ന പോലെ നമ്മളും ഇരിപ്പുണ്ടിപ്പോൾ. എപ്പോൾ വേണേലും അവന് തിരിച്ചു വരാം. പക്ഷെ അവൻ തിരിച്ചു വരില്ല. സുബോധം പോയല്ലോ. നമ്മൾ വഴി തെറ്റിപ്പോയി, വഴി മറന്നുപോയി.
വഴി മറന്നുപോയൊരു ജനതയായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ഒരു സമൂഹത്തിൽ വഴി കാണാനുണ്ടെങ്കിൽ ദൈവം അവരുടെ കൊടി ഉയർത്തും. സംശയമില്ലാത്ത സത്യം ഞാൻ പറയുന്നത്. ഒറ്റയാൾ മതി ദൈവത്തിന് ഒത്തിരി ആളൊന്നും വേണം. ഒരു മോശ മതിയായിരുന്നല്ലോ, അവർ തന്നെ ചുമ്മാ കൂട്ടിന് കൊടുത്ത. ഒരു ദാനിയേൽ മതിയായിരുന്നല്ലോ, ഒരു ജോഷുവ മതിയായിരുന്നല്ലോ, ഒരു ദബോറ മതിയായിരുന്നല്ലോ, ഒരു എസ്തേർ മതിയായിരുന്നല്ലോ, ഒരു റൂത്ത് മതിയായിരുന്നല്ലോ. പോരെ, എത്ര പേര്? ഒരു യേശു മതിയായിരുന്നല്ലോ. പല യേശുക്കളാണ്. യേശുവിനെ പ്രസംഗിക്കരുതെന്ന് പറയുന്നുണ്ട്. പല യേശു അല്ല, ഒരു യേശു. അപ്പോൾ നമ്മൾ ഇത് ഫുൾ ലീഗാലിറ്റി ഓഫ് വാട്ട് ഹാപ്പൻഡ് അറ്റ് കാൽവറി ഷുഡ് ബി അണ്ടർസ്റ്റാൻഡ്. അതായത് നമ്മളിപ്പം ദ ലോ വാട്ട് യു കൺസ്യൂം യു ബിക്കം. നീ എന്ത് കഴിക്കുന്നു അതായി മാറുമെന്ന്. അതൊരു വലിയ സത്യമല്ലേ? നീ എന്ത് കഴിക്കുന്നു അതായി മാറും. നീ എന്ത് കഴിക്കുന്നോ ജഡത്തിൽ അതായി മാറും. ശരി, ആത്മീയ കോളത്തിൽ നീ എന്ത് കഴിക്കുന്നോ അതായി മാറും. ആത്മീയ കോളത്തിൽ ജീവനുള്ള ദൈവത്തെ ഭക്ഷിച്ചോ, നീ ജീവനുള്ള ദൈവമായിട്ട് മാറും. അതല്ല നന്മതിന്മയുടെ ജീവവൃക്ഷത്തിന് പകരം നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം. പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, സഭയിലും പോകുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും എൻ്റെ കഴിവിലാണ് കാര്യം നടക്കുന്നതെന്ന് ഇതിലൊക്കെയാണ്. ഞാൻ ബാധ്യ ദൈവം ബാധ്യ എന്നൊക്കെ ചിലർ ജസ്റ്റിഫൈ ചെയ്യും. അത് കറക്റ്റല്ല. ആത്മീയ ഗോളത്തിൽ total dependence on God. That is only thing what God accepts. Total dependence. നോട്ട് 1% പോലും മാറാനൊക്കത്തില്ല. അതൊരു പൂർണ്ണതയാണ്, അതിനകത്തൊരു വിടവില്ല. ടോട്ടൽ ഡിപ്പെൻഡൻസ് ഈസ് വാല്യൂഡ് ഇൻ ഗോഡ്. അതാണ് യേശുക്രിസ്തു പോലും എത്ര പ്രാവശ്യം, 3 പ്രാവശ്യം ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പം, അയ്യോ ഇത് മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചപ്പം പിതാവ് അനങ്ങിയില്ല. പക്ഷെ അവസാനം ടോട്ടൽ ഡിപ്പെൻഡൻസ് വരെയാണ്. എൻ്റെ ഹിതം പോലെ അല്ല നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ക്രൂശുമരണം അന്ന് കഴിഞ്ഞെന്ന്. തൻ്റെ ദേഹത്തുനിന്ന് വീണ വേർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണപ്പോൾ അവിടെ സംഭവം കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് ഫിസിക്കൽ റെലമിൽ കണ്ടെന്നേ ഉള്ളൂ. അങ്ങനെയല്ലേ നമ്മുടെയും ജീവിതത്തിൽ. ആത്മീക ഗോളത്തിൽ ഒരു ജയം കണ്ടിട്ട് മാത്രമേ ജഡീയ ഗോളത്തിലോട്ട് ജയം വരത്തുള്ളൂ. എപ്പോഴും ഈ നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോകാതെ ദൈവം ചെയ്തതെന്തെന്ന് അറിഞ്ഞിട്ട് ക്രിസ്തു ചെയ്തതിനെ വിളിച്ചു പറഞ്ഞ്, ഇത് അവനവനെ പഠിപ്പിക്കണമെന്നും പല പ്രാവശ്യം വിളിച്ചു പറയണം. ഇത് പലപ്പോഴും ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകാത്തപ്പോൾ ഞാൻ യേശുവിനോട് അത് മനസ്സിലാകുന്നില്ല, അത് നേരെയുള്ള വഴിയിലല്ല പോകുന്നത്, ഒരു തരത്തിൽ വിചാരിച്ചാൽ ആ സ്വഭാവം മാറ്റാനൊക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ കർത്താവ് ഒരു ദിവസം പറഞ്ഞു, നിൻ്റെ നെഗറ്റീവായിട്ടുള്ള ചിന്തയെല്ലാം കൂടെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് തീ കത്തിച്ച് കരിച്ചു കളയാൻ പറയും. കർത്താവ് പറയുന്നതൊക്കെ ഞാൻ കേൾക്കും, പക്ഷേ ഇതങ്ങ് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിലുള്ള നെഗറ്റീവ് തോട്ട്സ് യേശു പോയിൻ്റ് ഔട്ട് ചെയ്തു. അതൊരു പേപ്പറിൽ എഴുതി കീറിക്കളഞ്ഞിട്ട് കരിച്ചു കളയണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്തില്ല. രാത്രി 10 മണിക്ക് കിടക്കാറായപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഓർത്തു, അയ്യോ കർത്താവ് പറഞ്ഞായിരുന്നല്ലോ അത് എഴുതി വെച്ചിട്ട് കീറിക്കളഞ്ഞ് കരിച്ചു കളയണമെന്ന്. പിന്നെ ഞാൻ ഉറങ്ങിയില്ല. പിന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നിട്ട് ഒരു പേപ്പറിൽ എഴുതിയതും കൊണ്ട് പോയിട്ട് ഞാനത് കീറിയച്ച് ചുരുട്ടി പിടിച്ച് ആ തീക്കകത്തിട്ട്, അതായത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അത് വെച്ച് കത്തിച്ച് കളഞ്ഞ് ഒരു പേപ്പർ കത്തിച്ച് പോകണം. അപ്പോൾ എനിക്ക് എന്തൊരു ആശ്വാസം, ഞാനെന്തോ അനുസരിച്ച മട്ടാണ്, എനിക്ക് അനുസരിച്ച ഫീലിംഗ്. ദാറ്റ്സ് ഓൾ വാട്ട് ഗോഡ് വാണ്ട്സ്. അനുസരണം ബലിയെക്കാട്ടിലും ഉത്തമം. നമ്മൾ പരിശുദ്ധാത്മാവിലേക്ക് കയറി വരണം. കർത്താവ് തൻ്റെ ശ്വാസമാണ് എന്നിലും നിങ്ങളിലും തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളോട് ദൈവം പറഞ്ഞു, നന്മതിന്മയുടെ വൃക്ഷം അതിൻ്റെ ഫലം നീ കഴിക്കരുത്. ദ ഈറ്റിംഗ് പ്രൊഡ്യൂസ് ദ ഡെത്ത്. Adam ate. In that moment spiritual death occurred. The life of God was cut off. Adam is guided by the senses. അവിടെ നിന്നു ദൈവവുമായിട്ടുള്ള ബന്ധം, ഒറ്റ ആക്ഷൻ. തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടായ്മ എന്ന് പറയുന്നത് നീയുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാകാതെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശരിയാകത്തില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാകാത്തവരോട് നമുക്ക് ഇടപെടാനും പ്രയാസമുണ്ട്. കർത്താവേ, മനുഷ്യനുമായിട്ട് സഹോദരി ഒരു ഭവനത്തിലുള്ളവർ പിണങ്ങുമ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ അതിനും പ്രശ്നമുണ്ട്. മിക്ക ഭവനങ്ങളിലും പൊള്ളയായ വിശ്വാസത്തിൽ കൂടെ പോയിട്ട് വചനം ചുമ്മാതെ സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്ന ഒരു തന്ത്രമാക്കി മാറ്റിവെക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് ഇടപെടാതെ ഇത് മാറത്തില്ല. എന്നാൽ അവിടെ ഒരു വലിയ വിടവ്, ഒരു പൊള്ളയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. നിൻ്റെ ജീവപ്രകാശം, വചനത്തിൻ്റെ ആഴമേറിയ ജീവൻ ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലണം. അന്തരാത്മാവ് അത് മനസ്സിലാക്കണം. ഒരു വചനം ഒരു ദിവസം മതി. ആ ഒരു വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ തറപ്പിച്ച് അത്
നല്ല വൃക്ഷമാകുന്ന അതിന് വളമിട്ട് കൊടുക്കണം, അതിന് വെള്ളമിട്ട് കൊടുക്കണം, അതിന് വെയിൽ വേണം, അതിന് ജീവൻ വേണം. അതിനെ നശിപ്പിക്കാൻ ഒക്കത്തില്ല കർത്താവേ. അങ്ങനെ ഭയപ്പെടുമ്പോഴേ നീ പറയുന്നത് അത് തന്നെയാണ്. യോഹന്നാന്റെ 15-ാം അധ്യായത്തിൽ പറയുന്നത്, പിതാവ് തോട്ടക്കാരൻ, ഞങ്ങളുടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ നീയല്ലേ. പിതാവ് തോട്ടക്കാരൻ, പുത്രൻ തമ്പുരാൻ അതിൻ്റെ മുന്തിരി, ഞങ്ങൾ വള്ളികളായിട്ട് മാറണം. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് ദൈവം വ്യക്തമായിട്ടും പറഞ്ഞുവെങ്കിൽ അത് വിശ്വസിക്കുന്നു. എന്നാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാറി നിൽക്കുന്ന മക്കളുണ്ട്, ഞങ്ങളുടെ ചില സ്വഭാവങ്ങൾ നിന്നോട് ചേരാത്തതുണ്ട്, അതെല്ലാം ചെത്തിവെടിപ്പാക്കി നിന്നിലേക്ക് തീർത്ത് ഞങ്ങൾ ഒട്ടിച്ചു വെക്കുന്നു. വി ആർ ഗ്രാഫ്റ്റിംഗ്. ആ ഒരു നല്ല പണി ചെയ്ത് കഴിയുമ്പം തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ പിതാവ് പറയുന്നു, ഇവിടെ നട്ടോ ഇത് കിളുത്തോളും, അപ്പച്ചൻ നോക്കിക്കോളുമല്ലോ. ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ നല്ല വൃക്ഷങ്ങൾ. പിതാവ് പറഞ്ഞല്ലോ, വചനമെടുത്ത് നീ ഭക്ഷിച്ച് അതിൽ നിന്ന് സന്തോഷിച്ചാൽ നീ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ വചനം ഞങ്ങൾക്ക് ജീവനായിട്ട് കാണിച്ചു തരുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ബലപ്പെടുത്തി ദിനം പ്രതി ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ആ ചൈതന്യം ഞങ്ങളുടെ ദേഹതലത്തിലും പടരുന്നു. അത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.